നമുക്ക് ചുറ്റും പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയുമുണ്ട്. പ്രപഞ്ചശക്തികൾ നാം അറിയാതെ തന്നെ നമുക്ക് ചുറ്റിലും നല്ല ഊർജവും മോശം ഊർജവും എല്ലാം തീർക്കുന്നു. വീട്ടിലെയും ചുറ്റുപാടുകളിലെയും മോശം എനർജി നീക്കാൻ, ഐശ്വര്യവും ധനസമൃദ്ധിയും വന്നു നിറയാൻ താത്വിക പ്രകാരം പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഉപ്പ് ഉപയോഗിച്ചുള്ള പലതരം വഴികൾ. ഉപ്പുകല്ലും ഉപ്പുനീരും നെഗറ്റീവ് എനർജിയെ തുരത്തുമെന്നൊരു വിശ്വാസമുണ്ട്. കല്ലുപ്പ് കൊണ്ട് ഭവനത്തിലാകെ അനുകൂല തരംഗം സൃഷ്ടിക്കാൻ സാധിക്കും. വീട്ടിൽ ഏറ്റവും അധികം നെഗറ്റീവ് ഊർജം ഉണ്ടാവാൻ സാധ്യതയുള്ള ഭാഗമാണല്ലോ ബാത്റൂം. അതിനാൽ ബാത്റൂമിൽ നനവ് തട്ടാതെ കല്ലുപ്പ് ഒരു തടിപ്പെട്ടിയിലോ മൺപാത്രത്തിലോ സൂക്ഷിക്കുന്നത് പ്രതികൂല ഊർജത്തെ തടയും. വീട് അടച്ചിട്ടിട്ട് ദിവസങ്ങളോളം മാറി നിന്നിട്ട് തിരിച്ചെത്തുമ്പോൾ വീടിനുള്ളിൽ പരിചിതമല്ലാത്ത ഗന്ധമുണ്ടാകും. അന്തരീക്ഷത്തിലെ മാലിന്യങ്ങളും പൊടിപടലങ്ങളും വായുസഞ്ചാരമില്ലാത്തതുമെല്ലാം ഇതിന് കാരണമാണ്. ഇത് മാറ്റാനായി ഒരു പിടി കല്ലുപ്പ് ഏകദേശം 2 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചു വയ്ക്കുക. വീട് മുഴുവൻ തൂത്തുവാരി വൃത്തിയാക്കി ഈ ഉപ്പുവെള്ളം തളിച്ച ശേഷം തുടച്ച് വൃത്തിയാക്കുക. അല്ലെങ്കിൽ തുടയ്ക്കാനുള്ള വെള്ളത്തിൽ ഒരു പിടി കല്ലുപ്പ് ചേർത്താലും മതി. എല്ലാ ആഴ്ചയിലും ആവർത്തിക്കുക. ഭവനത്തിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ ഏറ്റവും ഉത്തമമായ മാർഗമാണിതെന്നാണ് വിശ്വാസം. നിങ്ങൾക്ക് അകാരണമായ ക്ഷീണമുണ്ടോ? ഉപ്പുവെള്ളത്തിൽ കുളിച്ചോളൂ. പുറത്തുപോയി വരുമ്പോൾ അകാരണമായി ക്ഷീണം തോന്നാറുണ്ടോ? അതിനും ഉപ്പുവെള്ളത്തിൽ കുളിച്ചോളൂ. ശരീരത്തിലെ ഊർജം വല്ലാതെ ചോർന്നു പോകുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പുവെള്ളത്തിൽ കുളി അത്യാവശ്യമാണ്. അപരിചിതമായ സ്ഥലങ്ങളിലെ സഞ്ചാരമോ ആളുകൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളിലേക്ക് കടത്തിവിടുന്ന നെഗറ്റീവ് എനർജിയിൽ നിന്ന് മുക്തി നേടാൻ ഈ ഉപ്പുവെള്ളത്തിലുള്ള കുളി സഹായിക്കും. പണ്ടുകാലം മുതലേ നമ്മളൊക്കെ ഊണും മേശയിൽ ഉപ്പ് വച്ചിരിക്കുന്നത് കാണാറുണ്ട്. ആവശ്യമുള്ളപ്പോൾ പെട്ടെന്നെടുക്കാമെന്ന സൗകര്യത്തോടൊപ്പം ഭവനത്തിൽ ദാരിദ്ര്യം വരാതിരിക്കാനും ഇത് ഉത്തമമാണെന്ന വിശ്വാസവും ഇതിന്റെ പിന്നിലുണ്ട്. വീടിന്റെ 4 മൂലയിലോ തെക്കുകിഴക്കേ മൂലയായ അഗ്നികോണിലോ ഒരു പാത്രത്തിൽ അല്പം കല്ലുപ്പ് വെക്കുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കുമെന്നാണ് വിശ്വാസം. വെള്ള തുണിയിലോ ചുവന്ന തുണിയിലോ കിഴികെട്ടി വെക്കുന്നതും നന്ന്. തടിയിലോ മണ്ണിലോ ഉണ്ടാക്കിയ പാത്രത്തിൽ ഉപ്പിട്ട് വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അത് അലിഞ്ഞു കഴിഞ്ഞാൽ മാറ്റി പുതിയവ നിറയ്ക്കണമെന്ന് മാത്രം. രാവിലെ ഒരു ചില്ലു ഗ്ലാസ് നിറയെ ശുദ്ധജലം എടുക്കുക. അതിലേക്ക് അല്പം കല്ലുപ്പ് ചേർത്ത് അടുക്കളയിൽ ഉചിതമായ സ്ഥാനത്ത് വെക്കുക. നിത്യവും മാറ്റിവെക്കണം. ഇത് അടുക്കളയിലെ നെഗറ്റീവ് ഊർജത്തെ കളഞ്ഞ് ഐശ്വര്യം നിറയ്ക്കുമെന്നാണ് വിശ്വാസം. ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാം, പോസിറ്റീവ് എനർജി നിറയ്ക്കാം. വിശ്വാസത്തിന്റെ പേരിൽ മാത്രമല്ല, ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലും ഉപ്പുവെള്ളത്തിന്റെ ശേഷിയിൽ ഉറച്ചു വിശ്വസിക്കാം. അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടാൻ ഉപ്പുവെള്ളം സഹായിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഉറക്കം ശരിയാകണമെങ്കിൽ ശരീരത്തിലെ pH മൂല്യത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിലെ ആൽക്കലൈൻ ലെവൽ നിലനിർത്താൻ ഉപ്പുവെള്ളത്തിൽ കാലുകൾ 20 മിനിറ്റ് മുക്കിവെച്ചാൽ മതി. ഉപ്പുവെള്ളത്തിലെ മിനറൽസ് ശരീരത്തിലെ ആൽക്കലൈൻ അളവിനെ ക്രമീകരിച്ച് നല്ല ഉറക്കം സമ്മാനിക്കും. കിടപ്പുമുറിയിൽ ഉപ്പ് സൂക്ഷിക്കുന്നതും മുറിയിൽ പോസിറ്റീവ് എനർജി നിലനിർത്താൻ സഹായിക്കുന്നു. ഉപയോഗിക്കുന്ന ഉപ്പിന്റെ അളവിലും വേണം ശ്രദ്ധ. ഒരുപാട് ഉപ്പ് ഉപയോഗിക്കുന്നത് വിപരീത ഫലമേ ചെയ്യൂ. വളരെ ചെറിയ അളവിലുള്ള ഉപ്പ് മാത്രം മതിയാകും. ഉപയോഗശേഷം വെള്ളത്തിൽ കലർത്തി ഉപ്പ് ഒഴുക്കിക്കളയണം. വീടിന്റെ അല്ലെങ്കിൽ ശുചിമുറിയുടെ ഏതു ഭാഗത്താണ് ഉപ്പ് സൂക്ഷിക്കേണ്ടത് എന്നതിനെപ്പറ്റി വാസ്തുവിദഗ്ധരുടെ അഭിപ്രായം തേടുന്നതും നന്നായിരിക്കും. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് വിപരീത ഫലങ്ങൾ വിളിച്ചു വരുത്തുന്നതിലും നല്ലത് കൃത്യമായ നിർദ്ദേശത്തോടെ വിശ്വാസങ്ങളെ പിന്തുടരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. നമുക്ക് ഒരുമിച്ച് ലൈക്ക് അടിച്ച് യാത്ര പോകാം. കൂടെ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ.